വിജയദശമി ദിനത്തിലാണ് നാഗ്പൂരിൽ ഡോക്ടർ കേശവ് ബൽറാം ഹെഡ്ഗേവാർ എന്ന ഡോക്ടർ ജി RSS എന്ന മഹാപ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ചത്. ശതാബ്ദി നിറവിലെത്തി നിൽക്കുമ്പോൾ സമൂഹത്തിന്റെ സമസ്ത മേഖലയിലും നിറഞ്ഞു നിൽക്കുന്ന പ്രകാശഗോപുരമായി സംഘം മാറിക്കഴിഞ്ഞു. ഓരോ സ്വയം സേവകനും അഭിമാനമായിരുന്നു കടന്നുപോയ 100 വർഷങ്ങൾ. അശ്വിൻ ഇലന്തൂരിന്റെ രചനയിൽ ജനം ടിവിയുടെ മോഷൻ ഗ്രാഫിക്സ് ആർട്ടിസ്റ്റ് സിദ്ധാർത്ഥ് സിദ്ധു തയ്യാറാക്കിയ AI സ്റ്റോറിയിലേക്ക്. എന്തുകൊണ്ട് നാം വൈദേശിക അധിനിവേശത്തിന് അടിമപ്പെട്ടു? ഒരു ജനതയുടെ ആത്മാഭിമാനത്തെ തൊട്ടുണർത്തിയ ഈ ചോദ്യത്തിൽ നിന്നായിരുന്നു ആ മഹാപ്രയാണത്തിന്റെ തുടക്കം. നൂറ്റാണ്ടുകളുടെ അടിമത്തം ഏൽപ്പിച്ച മുറിവുകൾ ഉണക്കാൻ, ഭാരതമെന്ന സ്വത്വത്തെ ഉണർത്താൻ 1925 വിജയദശമി ദിനത്തിൽ നാഗ്പൂരിൽ ഡോക്ടർ കേശവ് ബൽറാം ഹെഡ്ഗേവാർ എന്ന ദീർഘദർശി ഒരു ആദർശത്തിന് ബീജാവാപം നൽകി. ചുരുക്കം ചില ബാലന്മാരുമായി അദ്ദേഹം കൊളുത്തിയ ആ ദീപശിഖ ഇന്ന് ആ സേതു ഹിമാചലം പടർന്നു പന്തലിച്ച് ഒരു മഹാവൃക്ഷമായി ഭാരതഖണ്ഡമാകെ നിറഞ്ഞു കഴിഞ്ഞു. അതാണ് രാഷ്ട്രീയ സ്വയം സേവക സംഘം. ഈ രാഷ്ട്രം പ്രതിസന്ധികളിൽ ഉഴറിയപ്പോഴെല്ലാം ഒരു രക്ഷാകവചമായി അവരുണ്ടായിരുന്നു. പ്രളയമുഖത്തും മഹാമാരിയുടെ ഭീതിയിലും ഒരു വെളിപ്പാടകൽ അവരുണ്ടായിരുന്നു. അവരെ സമൂഹം ആദരവോടെ വിളിച്ചു സ്വയം സേവക. ലക്ഷക്കണക്കിന് ശാഖകളിലൂടെ, കോടിക്കണക്കിന് സ്വയം സേവകരിലൂടെ ലോകത്തിലെ ഏറ്റവും വലിയ സന്നദ്ധ സംഘടനയായി സംഘം മാറിക്കഴിഞ്ഞു. കന്യാകുമാരിയിലെ പാറപ്പുറത്തുയർന്ന വിവേകാനന്ദ സ്മാരകവും, അയോധ്യയിൽ തലയുയർത്തി നിൽക്കുന്ന ശ്രീരാമന്റെ ഭവ്യമന്ദിരവും അവയിൽ ചിലത് മാത്രം. നിസ്വാർത്ഥമായി, നിശബ്ദമായി ഭാരതത്തെ വിശ്വഗുരുവാക്കാൻ സ്വയം സമർപ്പിച്ച ഈ മഹായാത്ര ഇന്ന് ശതാബ്ദിയുടെ നിറവിലാണ്. വിദ്യാഭ്യാസത്തിലും സംസ്കാരത്തിലും ഭരണത്തിലും ഭാരതീയ സ്വത്വത്തിലൂന്നിയ ഒരു നവയുഗപ്പിറവിക്കായി 1 നൂറ്റാണ്ട് നീണ്ട മഹാപ്രയാണം. മായ്ക്കാനാകാത്ത, മറക്കാനാകാത്ത ആ സാധനയുടെ ചരിത്രം സംഘം നമുക്ക് അനാവർത്തിച്ചു.